നിങ്ങളൊരു വലിയ പ്രസംഗം കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല എന്നെനിക്കറിയാം. ഞങ്ങൾ യുവജനങ്ങളുടെ സിനഡിൽ റോമിൽ പോയപ്പോൾ മാർപ്പാപ്പ ഞങ്ങളോട് പറഞ്ഞു, whenever you speak unto the youth you shall not exceed 6 minutes എന്ന് പറഞ്ഞു. 6 മിനിറ്റിൽ കൂടുതൽ യുവജനങ്ങളോട് സംസാരിക്കരുത്. കാരണം 3 മിനിറ്റ് ആകുമ്പോൾ തന്നെ അവന്മാരുടെ ചിന്തയിൽ പല വിചാരം കയറും എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്നത് കൊണ്ട് ഒരു കാര്യമെങ്കിലും പറയണം എന്ന് ഞാൻ വിചാരിക്കും. KCYM എന്നത് നമ്മുടെ രൂപതകളുടെ യുവജന പ്രസ്ഥാനം എന്ന രീതിയിൽ മാത്രമല്ല, പലതായി സ്വത്വബോധത്തിൻ്റെ പേരിൽ പലതായി വേർതിരിക്കപ്പെട്ട കേരള സഭയ്ക്ക് അഭിമാനത്തോടെ ഒരു മുഖമായി കാണിക്കാൻ ഉള്ള അവശേഷിക്കുന്ന അപൂർവം സംവിധാനങ്ങളിലൊന്നാണ് KCYM എന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങളുടെ മനസ്സുകളിൽ മതിലുകൾ ഉണ്ടാകാതെ റീത്തിനും രൂപതകൾക്കും അതീതമായി എന്നും ഒരേ വിചാരത്തോടെ, ഒരേ വികാരത്തോടെ, ഒരേ മനസ്സോടെ പ്രവർത്തിക്കാൻ യുവജനങ്ങളായ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ സഭയിൽ അതാർക്കും കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ സഭയ്ക്ക് മുഴുവനും മാതൃക നൽകുന്ന കൂട്ടായ്മയുടെ സവിശേഷ സാന്നിധ്യമാണ്. ആ കൂട്ടായ്മ നിങ്ങൾ നഷ്ടപ്പെടുത്താതെ ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കണം എന്നാണ് ഒന്നാമതായി എനിക്ക് പറയാൻ. രണ്ടാമതായി പറയാനുള്ളത്, പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ സഭയിലുണ്ട്. അത് മറ്റൊന്നുമല്ല, സഭയെ അമ്മയായി കരുതി സ്നേഹിക്കുക, സംരക്ഷിക്കുക. സഭയോട് സ്നേഹമുള്ള ഒരുപാട് പേരുണ്ട് എങ്കിലും ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ സഭ വിചാരണ ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ വല്യമ്മച്ചിക്കൊക്കെ ഒരു പോസ്റ്റ് ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതെങ്ങനെ ഇടണമെന്ന് അറിയത്തില്ല. വല്യമ്മച്ചിക്ക് പയർ നട്ടാൽ അതിനൊരു പോസ്റ്റ് ഇട്ട് അതിന് സപ്പോർട്ട് കൊടുക്കാൻ അറിയാം എന്നല്ലാതെ വല്യമ്മച്ചിക്ക് സഭയ്ക്ക് വേണ്ടി പോസ്റ്റ് ഇടാൻ അറിയത്തില്ല. അതറിയാവുന്നത് യുവജനങ്ങളെ നിങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ മറ്റേതൊരു കാലഘട്ടത്തെക്കാളും സഭ പ്രതീക്ഷയോടെ സ്നേഹത്തോടെ നിങ്ങളെ നോക്കുന്നു. കാരണം നിങ്ങളുടെ കരുതലും പ്രതിരോധവും സംരക്ഷണവും തിരുസഭയ്ക്ക് മറ്റേതൊരു കാലഘട്ടത്തെക്കാളും ആവശ്യമുള്ള കാലമാണ് ഇത് എന്ന് മനസ്സിലാക്കി നാം ഒരു മനസ്സോടെ സഭയാകുന്ന അമ്മയെ സ്നേഹിക്കണം. തിരുസഭയെ അമ്മയായി സ്വീകരിക്കാത്തവന് ദൈവത്തെ പിതാവായി സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന വിശുദ്ധ പിതാക്കന്മാരുടെ ചിന്ത. വിശുദ്ധ സിപ്രിയാനാണ് അത് ആദ്യം പറഞ്ഞത് എങ്കിലും പിന്നീട് ഒരുപാട് സഭാപിതാക്കന്മാർ ഏറ്റുപറഞ്ഞൊരു സത്യമാണ്. വിത്തൗട്ട് അക്സെപ്റ്റിംഗ് ചർച്ച് ആസ് യുവർ മദർ യു കനോട്ട് തിങ്ക് ദാറ്റ് ഗോഡ് ഈസ് യുവർ ഫാദർ. ദൈവം പിതാവാണ് എന്ന് ചിന്തിക്കണമെങ്കിൽ തിരുസഭ എനിക്ക് അമ്മയായിരിക്കണം എന്നുള്ള ആ ഒരു വലിയ വിചാരം നിങ്ങളെ നയിക്കട്ടെ എന്ന്. ക്രിസ്തുസ് വിവിത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ 2 വാചകങ്ങൾ സുപ്രധാനമായി യുവജനങ്ങളോട് പറഞ്ഞു. യുവജനങ്ങളെ, നിങ്ങൾ തേടുന്ന സന്തോഷത്തിൻ്റെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. അതായത് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന യഥാർത്ഥ സന്തോഷത്തിൻ്റെ പേര് ഈശോ മിശിഹ എന്നാണ്. അവനെ കണ്ടെത്താത്തത് കൊണ്ടാണ് നമ്മളിലെ ചില യുവാക്കളെങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും വഴിതെറ്റിയ ജീവിതങ്ങൾക്കും ജീവിതത്തിൻ്റെ ഇരുണ്ട ഇടനാഴികളിലും കുടുങ്ങിപ്പോകുന്നതിൻ്റെ കാരണം അവർക്ക് കർത്താവിനെ കണ്ടെത്താൻ കഴിയാതെ പോയതുകൊണ്ടാണ്. KCYMൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് യുവതയ്ക്ക് മുമ്പിൽ മിശിഹായായ ഈശോയെ പ്രകടമാക്കുക എന്നുള്ള സത്യം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നവലോക നിർമ്മിതിക്കായി യുവജനങ്ങൾ ഈശോയോടൊത്ത് എന്ന് നിങ്ങൾ മുദ്രാവാക്യമെടുക്കുമ്പോൾ, തീഷ്ണതയോടെ ക്രിസ്തുവിനൊപ്പം എന്ന് നിങ്ങൾ ഏറ്റുപറയുമ്പോൾ, ക്രിസ്തുവിനെ നമ്മുടെ സഹോദരങ്ങളായ യുവജനങ്ങൾക്ക് സംലഭ്യമാക്കാൻ നമ്മുടെ കർമ്മപദ്ധതികളിലൂടെ കഴിയേണ്ടതുണ്ട്. നമ്മൾ സമയോചിതമായി സംരക്ഷിച്ചില്ല എങ്കിൽ
കൈവിട്ടു പോകുന്ന ഒരുപാട് യൗവനങ്ങൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് KCYM-ൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന സത്യം വിസ്മരിക്കരുത്. അവസാനമായി മാർപ്പാപ്പ പറഞ്ഞു, പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ വേരുകൾ മറക്കരുത്. നിങ്ങളുടെ വേരുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ്, നിങ്ങളുടെ ഗുരുജനങ്ങളാണ്, നിങ്ങൾക്ക് സേവനം ചെയ്ത വൈദികരും സമർപ്പിതരുമാണ്. നാം എന്ന വൃക്ഷത്തിൻ്റെ വേരുകളായി കുഞ്ഞുനാൾ മുതൽ ഇന്നോളം നമുക്ക് വെള്ളവും വളവും നൽകി വളർത്തിയത്, പോഷണം നൽകിയ ഈ വേരുകളെ നമ്മൾ വിസ്മരിക്കരുത്. വേരുകളെ വിസ്മരിക്കുമ്പോൾ ആ വൃക്ഷത്തിന് ഒരുപാട് ആയുസ്സില്ലാതെ പോകും. അതുകൊണ്ട് നാം എത്ര വളർന്നാലും നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സും വിചാരവും മനസ്സിലാക്കാൻ കഴിവുള്ളവരാകണം എന്ന തിരിച്ചറിവും കൂടി ഈ ഒരു യൗവനത്തിൻ്റെ വഴിയിൽ നമുക്ക് കൈമോശം വരാതിരിക്കാൻ പ്രാർത്ഥിക്കാം. യുവജനങ്ങളെല്ലാം വിദേശത്തേക്ക് ചേക്കേറുമ്പോൾ ഈ നാട് അന്യമായി പോകുമല്ലോ എന്ന അങ്കലാപ്പ് പലർക്കുമുണ്ട്. അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കുടിയേറ്റം എന്നത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യമാണ്. ഈ തലശ്ശേരി രൂപതയിലുള്ളവരെല്ലാം തെക്ക് നിന്ന് കുടിയേറി പാർത്തവരാണ്. പാലാ ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്ന് കുടിയേറിയവരാണ്. അവിടുന്ന് കുടിയേറി ഞങ്ങളെല്ലാവരും ഇങ്ങ് പോകുന്നതോടെ പാലാക്കാരും ചങ്ങനാശ്ശേരിക്കാരും ഒന്നും നശിച്ചു പോയില്ല. ഞങ്ങൾ പോകുന്നതോടെ അവർ കൂടുതൽ രക്ഷപ്പെട്ടു എന്ന് പറയും അല്ലേ. അവരുടെ അടുത്തുനിന്ന് പോകുന്നതോടെ ഞങ്ങളും രക്ഷപ്പെട്ടു. അങ്ങനെ ഈ കുടിയേറ്റം പരസ്പരം വളർത്തുകയും സഹായിക്കുകയുള്ളൂ. കുടിയേറ്റത്തെക്കുറിച്ചല്ല നമുക്ക് ആശങ്ക വേണ്ടത്, വിശ്വാസം നമ്മളിൽ നിന്ന് പടിയിറങ്ങുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ യുവതയുടെ മനസ്സിനെ കൂടുതൽ കർമ്മനിഷ്ഠമാക്കട്ടെ എന്ന ആശംസയോടെ മണിപ്പൂരിൽ പീഡനവും വേദനയും അനുഭവിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങളോടുള്ള അനുഭാവം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് KCYM-ൻ്റെ ഈ അർദ്ധവാർഷിക സെനറ്റ് നിങ്ങളെല്ലാവരുടെയും അറിവോടെ അനുവാദത്തോടെ ഈശോയുടെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും.